Hello friends, how are you? Fine. Mending world. We should also be mending ourselves, no? Yeah. I don't know. നമ്മുടെ 23, line 23. This is the fourth section. First section we saw something that doesn't love a word, and then we saw something there is that doesn't love a word, and then we have got the second is, and then finding out the who or what do you mean by that. First he says frost, nature, and second one is humans, activities of humans, that is hunters. ആദ്യം ഫ്രോസ്റ്റ് ഹീവ് ആണ് രണ്ടാമത് ഹണ്ടേഴ്സ്, നായാട്ടുകാരും അവൻ്റെ പട്ടിക്കാണ് ഇത് ചെയ്യുന്നതെന്ന് അവർ ഇങ്ങനെ ചിന്തിക്കുകയാണ്. For third section we saw the process of making wall. നേരത്തെ അത് പറയുന്നു, സ്പ്രിംഗ് ടൈം വരുന്നു, അപ്പോഴത്തേക്കും അയൽക്കാരനെ അറിയിക്കുന്നു, രണ്ടുപേരും കൂടെ ഒരു ഫിക്സ് ഡേയിൽ ഇവിടെ വരുന്നു, ഓരോ അവരുടെ സ്ഥലത്തൂടെ അവരുടെ വശത്തൂടെ അവർ നടക്കുന്നു, അവരവരുടെ വശത്ത് വീഴുന്ന കല്ലുകളെടുത്ത് വെക്കുന്നു, ഒരു കല്ല് വേറെ കല്ലിനെ മേൽ ബാലൻസ് ചെയ്യണമെങ്കിൽ ഒരു മന്ത്രം ചെല്ലണം അവർ പറയുന്നു. അത്രയ്ക്ക് ഡെലിക്കേറ്റ്, അത്രയ്ക്ക് പ്രയാസമാണ്. ഇങ്ങനെ ഒരു കാറ്റ് വന്നാൽ ചിലപ്പോൾ പോകും, കാറ്റ് വന്നാൽ പോയില്ല, കാരണം വലിയ കല്ലല്ലേ, ഇടയ്ക്കൂടെ ചെറിയ കല്ല് വെക്കുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ നിന്നോളും, അത് കുഴപ്പമില്ലെന്നുള്ളതായിരിക്കും. ഓക്കെ, now this is today the fourth section. Fourth section അത് ശരിക്കും അതിൻ്റെ ആ ഒരു ഫിലോസഫി, ഇതിനകത്തുള്ള ഒരു ദർശനം ഈ 23 മുതൽ 38 വരെയുള്ള ലൈൻസിലാണ്. ഒരു ഫിലോസഫി we can say. That is the wisdom, so to say. See that? And then there we can see line number 38. He said it for himself. No. He said it for himself. It means what? നമുക്ക് വേൾഡ് വേണ്ടെന്ന്. So it's a kind of education. Educating the apple neighbor and the pine neighbor, you can say. One side it is apple, so apple man, and the pine man, you can call them like that. And then it is no reason why there should be a wall. ഒരു പശുക്കളില്ല, അവിടെ നടന്നു പോകാൻ. എൻ്റെ ആപ്പിളാണ്, അവൻ്റെ പൈനാണ്, അതിൻ്റെ അടിയിലുള്ള കോൺ ഐസ്ക്രീം അതുപോലത്തെ കോൺസ് എൻ്റെ ആപ്പിൾ അങ്ങോട്ട് കിടന്ന് തിന്നത്തില്ല. പിന്നെ എന്തിനാ ഇത്, ആർക്ക് വേണ്ടി എന്നാണ് ചോദിക്കുന്നത്. അപ്പം ഇത് ഇയാൾക്ക് തന്നെ അത് മനസ്സിലാകണം. ആൾക്കാ ദ പൈൻ നെയ്ബർ, ഈ പൈൻ നെയ്ബറിന് ഇത് മനസ്സിലാകണം. അതിനുവേണ്ടിയുള്ള ശ്രമമാണ് ഇതിനകത്ത് ഇങ്ങനെ നടത്തുന്നത്. പക്ഷേ വീണ്ടും we can see, if I could put a notion, line 29, if I could put a notion means an idea. ഞാനിതൊക്കെ പറഞ്ഞിട്ട് ഇയാളുടെ തലയിലോട്ട് നിന്ന് കയറിയിരുന്നെങ്കിൽ ഈ ഐഡിയ നമുക്ക് വോൾ വേണമെന്നുള്ളത്. അപ്പം അതാണ് ഇതിനകത്തൊരു സ്ട്രഗിൾ വരുന്നത്, നമുക്ക് കാണാൻ പറ്റും. ഒരു ഫിലോസഫി ഉണ്ട്, ഒരു സ്ട്രഗിൾ ഉണ്ട്. പോയിട്ട് ഇങ്ങനെ ഒരു വിഷമസ്ഥിതിയിലാണ്, എത്ര പറഞ്ഞിട്ട് ഇയാൾ കേൾക്കുന്നില്ല. സ്പ്രിംഗ് ടൈം ആകുമ്പോൾ ഇയാൾ വരും പറയും. സ്പ്രിംഗ് ടൈമിൽ ആപ്പിൾ നൈബർ ആളെ അയക്കുകയാണ്, മെസ്സേജ്, കാരണം ഇയാളെ ഈ ഒരു പൊറുതിമുട്ടി. പക്ഷെ അതൊന്ന് മാറ്റിയെടുക്കാൻ ഒത്തിരി ശ്രമിക്കുന്നുള്ളതാണ്. 23 there where it is we do not need the wall. There where it is we do not need the wall. This is the notion of line 29, and this is what he should feel it for himself. Line 38. But 23 പറയുന്ന this is where it is, this there where it is we do not need the wall. ആ സംഭവമാണ് could put a notion, finally it for himself. ഈ ഐഡിയ, ഈ വോൾ വേണ്ട എന്നുള്ള ഐഡിയ. Here is all pine and I am apple orchard. Reason number 1. Here is all pine. നിന്റെ പറമ്പിലെല്ലാം പൈൻ ട്രീസ് അല്ലേ നിൽക്കുന്നത്, എൻ്റെ പറമ്പിൽ
orchard, that is apple orchard. Orchard is garden, fruit garden. Apple manam thingi nilakiyana, marichu apple ayittu. My apple trees will never get across. The Bible, 23. There where it is, we do not need a wall. Reason 1. Mine are apple, yours mine. They don't cross. And eat the corns under his spines, I tell you. My apple trees will never cross, they cannot walk. They will not eat your corns under your pines, I tell him. He only says, good fences make good neighbors. Sure. ഇതെല്ലാം പറയും വളരെ വ്യക്തമായിട്ട് ഞാൻ പറയും എൻ്റെ പറമ്പിൽ നിൽക്കുന്ന ആപ്പിൾ, എൻ്റെ പറമ്പിൽ പൈൻ, അതിൻ്റെ അടിയിലുള്ള കോൺസ്, അത് തിന്നാനത് വരത്തില്ലെന്നുണ്ട്. പിന്നെ there where it is we do not need about the wall. Reason 1. Spring is the mischief in me. Mischief in me. Mischief. A mischievous boy എന്നൊക്കെ പറയുന്നത് കുസൃതി. സ്പ്രിംഗ് സീസൺ വരുമ്പോൾ എൻ്റെ മനസ്സിൽ കുസൃതി ഉണ്ടാവും. എന്തിനാ ഈ വോൾ ഉണ്ടാക്കാൻ കാരണം? നോട്ട് ബിക്കോസ് ഐ വാണ്ട്, ബട്ട് ഹി വിൽ നോട്ട് ചേഞ്ച്. ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്. Spring is the mischief in me, and I wonder if I could put a notion into his head. A notion, or idea. അല്ലെ ഈ ഒരു ആശയം. എന്ത് ആശയം? There where it is we do not need the wall. Line 23. ഇത് നോക്കൂ, നമുക്ക് നമ്മുടെ ഈ ഭിത്തിക്ക് യാതൊരു വിലയില്ല. ഒരു വശത്ത് ഒരു വശത്ത്. There where I could put a notion into his head, I wonder. Instead of telling him, come here on such and such a day, we meet, a day is fixed, we will make the fence. Instead of that, I want to put this notion into his head. Nothing happens. Why do they make good neighbors? Isn't it? So he is asking this question. Will you please tell me what way does a fence make good neighbors? ഒന്ന് പറയാമോ, എങ്ങനെയാണ് ഒരു ഫെൻസ് അല്ലെങ്കിൽ ഒരു വാൾ നല്ല നെയ്ബേഴ്സിന് നല്ല നെയ്ബേഴ്സ് നമ്മളെ നല്ല നെയ്ബേഴ്സ് ആക്കുന്നത് എന്ന് പറയാം. There are no cows. ഒറ്റ പശു പോലും ഇവിടെ ഇല്ല. പശു കൊണ്ട് വിചാരിക്കാം പശു കിടന്ന് തിന്നുമെന്ന്. But here there are no cows. Before I built a wall, I would ask to know what I was walling in and walling out. വേറെ ചോദ്യം ചോദിക്കാൻ പശുവില്ല, അതങ്ങോട്ട് പോകത്തില്ല. പിന്നെ ഞാൻ ഈ വോൾ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഞാൻ തന്നെയാണ് ചോദിക്കുകയാണ്, വാട്ട് ആം ഐ വോളിങ് ഇൻ? വോളിങ് ഇൻ മീൻസ് ഭിത്തിക്ക് അകത്താക്കുന്നത്, വോളിങ് ഔട്ട് ഭിത്തിക്ക് പുറത്താക്കുന്നത്. What is that I am walling in and walling out? I myself am asking that question. And to whom I was like to give offense? Offense, ഉപദ്രവം. ആർക്കാണ് ഞാൻ എന്തെങ്കിലും ഒരു ഉപദ്രവം ഉണ്ടാക്കുന്നത്? ഈ ഫെൻസ് ഉണ്ടാക്കിയില്ലെങ്കിൽ. I don't give any offense to anybody. This will not offend anybody. ഇപ്പോൾ ഓരോന്നോരോന്നായിട്ട് കാരണങ്ങൾ നിരത്തുകയാണ്. ഒന്ന്, എൻ്റെത് ആപ്പിൾ, എൻ്റെത് പൈൻ. ആപ്പിൾ മരങ്ങൾ ഒരിക്കലും അങ്ങോട്ട് വന്ന് തിന്നത്തില്ല, അല്ലേ? രണ്ട്, അപ്പം ഇയാൾ അത് പറ്റത്തില്ല. നല്ല അയൽക്കാരനായിട്ട് തുടരണമെങ്കിൽ ഒരു നല്ല ഫെൻസ് വേണം. പക്ഷേ ഈ സ്പ്രിംഗ് ടൈം വരുമ്പം വീണ്ടും ഈ ഐഡിയ എൻ്റെ മനസ്സിൽ വരും, ഇയാളെ മാറ്റാൻ പറ്റിയത്. പക്ഷെ എനിക്ക് വലിയ ആഗ്രഹമുണ്ട്, ഐ കുഡ് പുട്ട് എ നോഷൻ ഇൻ ടു ഹിസ് ഹെഡ്. ഒരു പുതിയ ആശയം നൽകിയത്. വൈ ഡു ദേ മേക്ക് ഗുഡ് നെയ്ബേഴ്സ്? എങ്ങനെയാണ് ഒരു ഫെൻസ് നല്ല നെയ്ബേഴ്സിനെ സൃഷ്ടിക്കുന്നത്? അത് തന്നെ ദർശനം കൗസ്.
അത് അയാൾ അങ്ങനെ തന്നെ പറയാണ്, വാട്ട് ആം ഐ വോളിങ് ഇൻ വാട്ട് വോളിങ് ഔട്ട്. എന്താണ് ഞാൻ ഭിത്തിക്ക് ഉള്ളിലാക്കുന്നത്, എന്താണ് ഞാൻ ഭിത്തിക്ക് പുറത്താക്കുന്നത്? ആൻഡ് ഹൂം ഐ വാസ് ടു ഗിവ് ഒഫൻസ്, ആർക്കാണ് ഞാൻ ഉപദ്രവം വരുത്തുന്നത്? Something there is that doesn't love a wall, that wants it down. It means fence. Something there is that doesn't love a wall, that wants it down. That wants it means that something. എന്താണോ ഒരു ഭിത്തി അല്ലെങ്കിൽ ഒരു ഫെൻസിനെ ഇഷ്ടപ്പെടാത്തത്, ആ ശക്തി ഇതിനെ വലിച്ചു താഴോട്ടിടും. Pull down. I could say else to him. ചുമ്മാ ഒരു തമാശക്ക് വേണേൽ പറയാം എൽഫ്സ് ആണെന്നത്. എൽഫ് കുട്ടിച്ചാത്തെന്ന് വേണേൽ പറയാം. എൽഫ് നമ്മുടെ ഇൻട്രഡക്ഷൻ ഞാൻ പറയില്ലേ, ദ ടെമ്പസ്റ്റിനകത്ത് ഏരിയൽ ഉള്ളത്. ഏരിയൽ നമ്മുടെ ടിവിയുടെ ഏരിയലല്ല, ARIEL. ഏരിയൽ ഒരു ആളുടെ പേരാണ്. ആളെന്ന് പറഞ്ഞാൽ പറന്ന് നടക്കുന്ന ഒരു ജീവി, സാധാരണ മനുഷ്യനല്ല. പുള്ളിക്കാരൻ്റെ അതിൻ്റെ പണി എന്ന് വെച്ചാൽ ഓരോ മിസ്റ്റീഫ് കുസൃതി കാണിക്കുക. സോ അതായിരിക്കും ഞാൻ പറയുന്നത്. പക്ഷേ അത് ശരിയല്ല. ടു ഹിം ദാറ്റ് വാണ്ട്സ് ഇറ്റ് ഡൗൺ, ഇറ്റ് മീൻസ് ദ ഫെൻസ് ഡൗൺ. ഐ കുഡ് സേ എൽസ് ടു ഹിം, ബട്ട് ഇറ്റ് ഈസ് നോട്ട് എൽസ് എക്സാക്ട്ലി. ആൻഡ് rather he said it for himself. ഞാൻ പറയും എൽഫാണ്. കാരണം എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ, എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ എനിക്ക് ആഗ്രഹം ഈ വോൾ വേണമെന്നുള്ളത്. There is something that pulls it down, something that doesn't love. ഇത് ഈ ചിന്ത ഇയാളുടെ മനസ്സിൽ നിന്ന് വന്നിരുന്നെങ്കിൽ, എൻ്റെ മനസ്സിൽ നിന്ന് വരുന്ന പോലെ ഇയാളുടെ മനസ്സിൽ നിന്ന് വന്നിരുന്നെങ്കിൽ, ഞാൻ പറയുന്നത് എൽഫാണ് പറയുന്നത്. അതല്ലെന്ന് എനിക്കറിയാം, അയാൾക്കും അറിയാം. അതാണ് പുള്ളി പറയുന്നത്. എൻ്റെ സഹോദരൻ, harmonious relationship, I agree to him. But it is not else exactly. And I would rather he said, I am just giving a clue or a suggestion, a false suggestion, option. Option 1, else. Option 2, frost heave. Option 3, the man, hunters. The options I am presenting before him. But he doesn't agree. I want that this notion should go into his mind. He said it for himself. നമ്മൾ നല്ലപോലെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പഠിപ്പിക്കുന്നതിൻ്റെ അവസാനം ആകുമ്പോൾ ചോദ്യം ചെയ്യുമ്പോൾ the student should answer, not the teacher. അല്ല, ശരി, സ്റ്റുഡൻസ് ആൻസർ ചെയ്യണം. He said it for himself, the students. പക്ഷേ പകരം എന്താ സംഭവിക്കുന്നത്? He doesn't say anything. പകരം സംഭവിക്കുന്നത് I see him there. I see him there. കണ്ടിന്യൂഷൻ എന്നാന്ന് ചോദിച്ചാൽ രണ്ട് കല്ലും എടുത്തു വെക്കാൻ. ഇതൊന്നും പറഞ്ഞിട്ട് യാതൊരു രക്ഷയില്ല. അതാണ് എൻ്റെ ആപ്പിളാണ് നിൻ്റെത്, പൈനാണ് നിൻ്റെ. പൈൻ കോൺസ് അണ്ടർ ദ പൈൻ ട്രീ, അത് ഭക്ഷിക്കാൻ അല്ല തിന്നാൻ എൻ്റെ ആപ്പിൾ വരത്തില്ല. ഇവിടെ പശുവില്ല. നമ്മൾ ഓടുണ്ടാക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ആർക്കും അതൊരു ഉപദ്രവമല്ല, ആർക്കും ഉപദ്രവമല്ല. And above all, something that doesn't love a wall, that wants to pull it down. എന്തോ ഒരു ശക്തിയുണ്ട് ഈ ഫെൻസ് ഹിസ്റ്ററിയിലകത്ത്, അതെപ്പോഴും ഇതിനെ വലിച്ചിട്ടോണ്ടിരിക്കും. ഞാൻ ചുമ്മാ ഒരു ഓപ്ഷനായിട്ട് പറയുന്നത് നോക്കി എൽഫാണ്, പക്ഷേ എപ്പോഴത് അംഗീകരിക്കുന്നില്ല. What is he doing? He is there. He doesn't listen to me. I see him there. There, what is he doing? Tomorrow we will see. So, I will read those lines once again. Line 23. There, where it is, we do not need the wall. എന്തുകൊണ്ടാണെന്നാണ് നെക്സ്റ്റ് വൺ. Here is all pine and I am apple orchard. My apple trees will never get across and eat the corns under his pines. I tell him. He only says,
good fences make good neighbors. Spring is the mischief in me, and I wonder if I could put a notion into his head. Springtime, this idea comes to my mind because nobody can change his mind. He will, whatever is said by anyone, he is not going to change. I want to put this notion into his mind. What is the notion? There where it is, we do not need the wall. Why do they make good neighbors? He says. How can good friends make good neighbors? Isn't it? Where there are cows? Where there are cows? Question. Here there are no cows. Before I built a wall, I would ask to know what I was walling in and walling out, and to whom I was like to give offense. ഈ ചോദ്യങ്ങൾ എന്നോടും അവനോടും ചോദിക്കണമെന്നുണ്ട്. Something there is that doesn't love a wall that wants it down. I could say else to him, but it is not else exactly, and I would rather he said it for himself. Elf അല്ല എന്ന് അവൻ തന്നെ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ I see him there. So this is the philosophical part of the poem. ഒരു ദർശനം, ഒരു തത്വചിന്തയാണ് ഇവിടെ വരുന്നത്. എന്തിനാണ് ഇത്? എന്തിനെയാണ് ഞാൻ ഭിത്തിക്ക് പുറത്താക്കുന്നത്? എന്തിനെയാണ് ഞാൻ ഭിത്തിക്ക് അകത്താക്കുന്നത്? പശുക്കളില്ലല്ലോ ഇവിടെ. ഒരു സ്ഥലത്ത് ആപ്പിളും മറ്റൊരു സ്ഥലത്ത് പൈനുമാണല്ലോ. ആപ്പിൾ നടന്ന് അപ്പുറത്തോട്ട് പോകത്തില്ലല്ലോ. ഞാനൊരു ഫെൻസ് ഉണ്ടാക്കിയില്ലേ, ആർക്കാണ് അതുകൊണ്ട് ഉപദ്രവം? ഇങ്ങനെ പല കാര്യങ്ങളും ഇങ്ങനെ ഈസ് ഡിസ്കസിങ്. ഫൈനലി he says, no scope. I see him there. എന്ത് ചെയ്യുന്നു നമുക്ക് നോക്കാം. So now word study, now new words. The poet, narrator thinks there is no need for a word at all. He has apple trees, means the narrator has apple trees. The neighbor has pine trees. Apple trees will not cross over and eat the corns under his pines. He doesn't even want to think it over. Who? The neighbor. That he stands for the neighbor. He just says good fences make good neighbors. Every year before he starts mending, at the beginning of the spring season, the poet wants to make his neighbor understand we do not need the wall. He also wants to ask, how is it that a wall makes good neighbors? There are no cows to cross over. The poet himself wants to know what he is walling out or walling in. In what way he could give offense to anyone if he doesn't build the wall. He repeats that there is something that doesn't love a wall. It may be else, but it is not. The poet wants to get an answer from his neighbor himself. And once the neighbor himself answers, then it becomes easy for him. He will also say, there where it is, we do not need the wall. Questions? What are the reasons for not building a wall? Very simple, we know. We don't have a wall. He has pine and I have apples. The springtime the question comes up. How can a wall make good neighbors? He's asking questions. There are no cows. What is to be walled out and what is to be walled in? Something there is that doesn't have a wall that pulls down. Maybe else. He said, I wish he said it for himself. How does the poet try to make his neighbor understand that the wall is not needed? These are the reasons. Already we have said. In what way does the poet suggest that there is something that doesn't love a wall? Because every year, same thing is repeated. The wall, you can say it is somehow, they have to repair it every year. That means, what does that mean? Somebody wants to pull it down.
And it can be, suggestions are that we have seen, can be the weather, frost heave, can be 100, it can be Alps, it can be, that is, no weather, no cows, nothing. So different things they are trying, this or that, this or that, this or that, like that. Something that doesn't love you. Something that will pull it down. So that is the thing. What is the attitude of the neighbor? Absolutely no change. He says, he goes on repeating, good fences make good neighbors. Good fences make good neighbors. And the poet wants, or the narrator wants that this notion should go into his head and he should give an answer why there where it is we do not need to go. But no such thing will happen. No answer he will get. Instead, what does he see? He sees the man standing there with the two stones in his hands, balancing. Hope you have been following. So section 1, something there is that doesn't love a wall. There it is about the frost heave. Section 2, something that there is that doesn't love a wall. That's about handles. And third, the process of mending wall. Both of them come, they pick up stones, some small, some big, boulders, some like pieces of bread. They balance it and so on. That's the process. Then further section is the speculation, the philosophy of this. The turning point is there. There where it is we do not need to go. The turning point in the point. There it gives reasons 1, 2, 3, 4 like that. And now tomorrow you will see what is the attitude of the poets. How does he explain away the situation? He's so fed up with this. He doesn't want to do it. But he has to. For what? For keeping up the harmonious relations with his neighbor. Heights of harmony. Bye. Have a nice day.